ജമ്മു കാശ്മീരിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു എന്നുള്ള വാർത്ത തൊട്ടു മുമ്പാണ് വന്നത്. ഡജിക വനമേഖലയിലാണ് ഈ സംഭവം. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ഈ ഭീകരരെ വധിക്കാൻ കഴിഞ്ഞത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിലെ 2 ഭീകരരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരവും വരുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമല്ല. അപ്പോഴും അത് ഒരു നിർണായക വിവരം തന്നെയാണ്. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി ദാരാ മേഖലയിൽ സൈന്യം തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലാണ് സംഭവിച്ചത്. കിരൺ ബാബു വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ ബാബു, ഈ പഹൽഗാം ഭീകരാക്രമണ ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ്, ഔദ്യോഗികമല്ല. പക്ഷേ അപ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ചില അഭ്യൂഹങ്ങൾ മാത്രമാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരർ തന്നെയാണ് 3 പേർ കൊല്ലപ്പെട്ടത് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥിരീകരണം വരാതെ നമുക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നേരത്തെ അങ്ങനെയല്ല എന്നുള്ള ചില വാർത്തകളൊക്കെ ആയിരുന്നു വന്നിട്ട് അതിനുശേഷം പിന്നീട് ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സൈന്യമാണ് ഇതൊക്കെ സ്ഥിരീകരിക്കേണ്ടത്. 3 ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നതും ആ 3 പേരും വിദേശികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അത്രയും വിവരങ്ങൾ മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷൻ കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആ ഓപ്പറേഷനിലാണ് ഇപ്പോൾ 3 പേർ തുടർച്ചയായിട്ടുള്ള വെടിവെപ്പിനെ തുടർന്ന് പട്ടാളക്കാരുടെ വെടിയേറ്റാണ് 3 പേർ കൊല്ലപ്പെട്ടത്. ഈ 3 പേരും ഭീകരരാണ് എന്നത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ 3 പേരും വിദേശികളാണ്, ഇന്ത്യക്കാരല്ല എന്നതും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത്, ഇവർ തന്നെയാണോ എന്ന കാര്യത്തിലൊന്നും സ്ഥിരീകരണം വന്നില്ല. അതൊക്കെ പിന്നീട് വരേണ്ടത് ഒന്നാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചെന്തായാലും സ്ഥിരീകരണമില്ലാതെ ഇത്തരം വിഷയത്തിൽ സൈന്യമാണ് ആത്യന്തികമായി സ്ഥിരീകരിക്കേണ്ടത്. ഇത് ആരെയാണ് കൊലപ്പെടുത്തിയത്, ആരാണ് ഇതെന്നൊക്കെ സ്ഥിരീകരിക്കേണ്ടത്. അത്തരം ഒരു വാർത്ത എന്തായാലും വന്നിട്ടില്ല. എന്തായാലും 3 ഭീകരരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായിരുന്ന 3 ഭീകരരെയാണ് തുടർച്ചയായ ഏറ്റുമുട്ടലിന് ഒടുവിലാണ് ഇവരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത്. അത് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യൻ സേനയെ സംബന്ധിച്ചും വളരെ വലിയ നേട്ടമാണ്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ആ ഓപ്പറേഷനിലാണ് ഈ 3 ഭീകരരെ ഇപ്പോൾ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം കൂടുതൽ ഭീകരർ കൂടി ഇവരുടെ സംഘത്തിലുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഇപ്പോഴും ഏറ്റുമുട്ടൽ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. മറ്റുള്ളവർ കൂടി ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു സംശയമൊക്കെ ഇപ്പോഴുമുണ്ട്. ഇവർ കാടിനുള്ളിലാണ് ഇത്തരം ഒരു ഏറ്റുമുട്ടൽ ചെയ്യുന്നതിനോട് ചേർന്ന് കാടിനുള്ളിലാണ് ഇത്തരം ഒരു ഏറ്റുമുട്ടൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ എവിടെയൊക്കെ പോയി ഒളിച്ചിരിക്കുന്നു എന്നത് പെട്ടെന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കണ്ടെത്തി കഴിയുന്ന ഒന്നല്ല. ഈ കാടിനുള്ളിലായതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി രക്ഷപ്പെടാതെ ഇവരെല്ലാം പിടികൂടുക, ബാക്കിയുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി പിടികൂടുക, ജീവനോടെ തന്നെ പിടികൂടുക എന്നാണ് ഒന്നാമത്തെ ലക്ഷ്യം. ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക. അങ്ങനെ ആ ഒരു നീക്കമാണ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സൈന്യം ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം സൈന്യത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് വ്യക്തമായ ആധിപത്യവും വിജയവും ഉള്ളത്. ഇവിടെ ഒളിച്ചിരുന്ന ഭീകരർ ഏകദേശം 1 മാസത്തോളം നീണ്ട ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലും ഒടുവിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവർ ഉണ്ട് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ ഈ ഭാഗമൊക്കെ വളഞ്ഞിരുന്നു. അവിടെ അതിന് ശേഷമാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആ ഏറ്റുമുട്ടലാണ് 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ ഭീകരർക്ക് ഏതെങ്കിലും തരത്തിൽ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ആളുകളാണോ അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ടവരാണോ എന്നുള്ളത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഒരു ആഗോള ഭീകര സംഘടന, അതിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ ചിനാ കോപ്സിന്റെ ഔദ്യോഗികമായിട്ടുള്ള എക്സ് പേജിലൊക്കെ പങ്കുവെക്കുന്നത് 3 ടെററിസ്റ്റ് ഹാവ് ബീൻ ന്യൂട്രലൈസ്ഡ് ഇൻ ആൻ ഇന്റൻസ് ഫയർ ഫൈറ്റ്. ഓപ്പറേഷൻ കണ്ടിന്യൂസ്. ഇപ്പോഴും ഓപ്പറേഷൻ തുടരുകയാണ്. ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള പേരിൽ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ